ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യേണ്ട കുറച്ച് സെന്റൻസസ് ആണ് പരിചയപ്പെട്ടത്. അത് നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ക്ലാസ്സുകൾ ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ കമന്റ്സ് ആയിട്ട് അറിയിക്കാൻ ആരും മടിക്കേണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് വെക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ്, ചിലപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും നാളെ എടുക്കുക. അപ്പോൾ ആ സമയത്ത് ആ വീഡിയോസ് ഒന്നും നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടണം എന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അല്ലേ. മലയാളത്തിൽ നമ്മൾ ഓരോ ആളുകളെ വിളിക്കുന്നതിനായിട്ട്, അതായത് അഭിസംബോധന ചെയ്യുന്നതിനായിട്ട് ഒരുപാട് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരാളെ വിളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവൻ, അല്ലെങ്കിൽ അദ്ദേഹം, അവൾ, അവര് എന്നൊക്കെ പറയൂ അല്ലേ. അപ്പം അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇംഗ്ലീഷിൽ ഇതിന് ഒരു വേർഡേ ഉള്ളൂ. അതായത് ജെൻസ് ആണെങ്കിൽ അവൻ അല്ലെങ്കിൽ അദ്ദേഹം. ഇത് അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് എന്ത്? ഹി. HE, ഹി എന്ന് പറയും. അതുപോലെ തന്നെ ഫീമെയിൽസ് ആണെങ്കിൽ അവൾ അല്ലെങ്കിൽ അവരെന്നൊക്കെ നമ്മൾ പറയൂ അല്ലെ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ യൂസ് ചെയ്യേണ്ട വേർഡാണ് എന്ത്? ഷീ. ഷീ. SHE, ഷീ. ജെൻസ് ആണെങ്കിൽ ഹി എന്ന് യൂസ് ചെയ്യാം, ഫീമെയിൽ ആണെങ്കിൽ ഷീ എന്നും യൂസ് ചെയ്യാം. അപ്പൊ ഈ രണ്ട് സാഹചര്യങ്ങളിൽ വരുമ്പോൾ സെന്റൻസസ് എങ്ങനെ പറയണം അല്ലെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ വൈകാതെ തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം അല്ലെ. എല്ലാവരും റെഡി ആണല്ലോ അല്ലെ. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ബുക്കും പേനയും എപ്പോഴും കരുതി വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് വരുന്ന സമയത്ത് അത് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. ഇന്ന് നമ്മൾ എന്നും ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ് പറഞ്ഞു തുടങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. വീഡിയോ ഒത്തിരി ലെങ്ത് ആകുമ്പോൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഹി ആൻഡ് ഷീ. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് പോവാം അല്ലെ. എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മള് അവൻ എന്നുള്ളതിന് ഹി എന്നും അവൾ എന്നുള്ളതിന് ഷീ എന്നും പറയാന്ന് പറഞ്ഞു അല്ലെ. നമുക്കൊരു ചെറിയ സെന്റൻസ് നോക്കാം. എന്താണ്? അവൻ വിദ്യാർത്ഥിയാണ്. അവൻ വിദ്യാർത്ഥി ആണ്. എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ അത് പറയും? അവൻ എന്നുള്ളതിന് എന്ത് പറയാം? ഹി എന്ന് നമ്മൾ പറഞ്ഞു. വിദ്യാർത്ഥി എന്നുള്ളതിന് സ്റ്റുഡന്റ്. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ ഒരു സെന്റൻസ് ആയിട്ട് പറയാം? അവൻ വിദ്യാർത്ഥി ആണ്. അവൻ എന്നുള്ളതിന് ഹി, വിദ്യാർത്ഥി എന്നുള്ളതിന് സ്റ്റുഡന്റ്. വിദ്യാർത്ഥി ആണ്. അറ്റ് പ്രസന്റ് ഹിസ് എ സ്റ്റുഡന്റ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഹി ഈസ് എ സ്റ്റുഡന്റ്. ഹി ഈസ് എ സ്റ്റുഡന്റ്. എന്താണ്? ഹി ഈസ് എ സ്റ്റുഡന്റ്. അങ്ങനെയെങ്കിൽ അവൾ വിദ്യാർത്ഥിയാണ് എന്നുള്ളത് എങ്ങനെ നമുക്ക് പറയാം? അവൾ എന്നുള്ളതിന് നമ്മൾ എന്ത് യൂസ് ചെയ്യാം? ഷീ. ഷീ. സ്റ്റുഡന്റ് എന്നാണ് എന്തിനു പറയാ? വിദ്യാർത്ഥി ആണ്. പ്രസന്റ്ലി വിദ്യാർത്ഥിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഷീ ഈസ് എ സ്റ്റുഡന്റ്. ഷീ ഈസ് എ സ്റ്റുഡന്റ്. അവൻ വിദ്യാർത്ഥിയാണ് എന്നുള്ളതിനെ നമുക്ക് ഹി ഈസ് എ സ്റ്റുഡന്റ് എന്ന് പറയാം. അതുപോലെ തന്നെ അവൾ വിദ്യാർത്ഥിയാണ് എന്നുള്ളതിനെ എങ്ങനെ പറയാം? ഷീ ഈസ് എ സ്റ്റുഡന്റ്. എന്ത് മാത്രമേ മാറുന്നുള്ളൂ? അഭിസംബോധന ചെയ്യുന്ന വേർഡ് മാത്രമേ മാറുന്നുള്ളൂ അല്ലെ. സെന്റൻസ് ഒക്കെ അതേപോലെ തന്നെ ആണ്. ഹി ഈസ് എ സ്റ്റുഡന്റ് ആൻഡ് ഷീ ഈസ് എ സ്റ്റുഡന്റ്. ആ സെന്റൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് വേറൊരു സെന്റൻസ് നോക്കാം. അദ്ദേഹം അധ്യാപകനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇംഗ്ലീഷില് അവൻ, അദ്ദേഹം എന്നുള്ളതിനൊക്കെ അഭിസംബോധന ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡാണ് എന്ത്? ഹി അല്ലെ. അപ്പം ഇവിടെ അദ്ദേഹം അധ്യാപകനാണ്. അധ്യാപകൻ എന്നുള്ളതിന് എന്ത് പറയാം? ടീച്ചർ. ടീച്ചർ എന്ന് പറയാം. അങ്ങനെയെങ്കിൽ അദ്ദേഹം അധ്യാപകനാണ് എങ്ങനെ പറയാം? ഹി ഈസ് എ ടീച്ചർ. പ്രസന്റ്ലി അധ്യാപകനാണ് അല്ലെ. അപ്പം ഈസ് യൂസ് ചെയ്യാം. ഹി ഈസ് എ ടീച്ചർ. അങ്ങനെയെങ്കിൽ അവൾ അധ്യാപികയാണ് എന്നെങ്ങനെ പറയാം? എന്ത് ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ? ഹി എന്നുള്ളത് മാറി ഷീ എന്നാകുന്നു അല്ലെ. ഷീ ഈസ് എ ടീച്ചർ. ഷീ ഈസ് എ ടീച്ചർ. ഷീ ഈസ് എ ടീച്ചർ.
ഹി ഈസ് എ ടീച്ചർ. അദ്ദേഹം അധ്യാപകനാണ്. അവൾ അധ്യാപികയാണെന്ന് എങ്ങനെ പറയാം? ഷീ ഈസ് എ ടീച്ചർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സെന്റൻസ് ഒന്നും കൂടി നോക്കാം. അവൻ എൻ്റെ സുഹൃത്താണ്. എങ്ങനെ പറയാം? അവൻ എന്നുള്ളതിന് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഹി. എൻ്റെ എന്നുള്ളതിന് മൈ. സുഹൃത്ത് എന്നുള്ളതിന് എന്ത് പറയാം? ഫ്രണ്ട്. ആണ് അല്ലെ? പ്രസന്റിൽ ആണ്. അപ്പം ഈസ് യൂസ് ചെയ്യണം. അപ്പൊ എങ്ങനെയാ സെന്റൻസ് പറയാം? ഹി ഈസ് മൈ ഫ്രണ്ട്. ഹി ഈസ് മൈ ഫ്രണ്ട്. ഹി ഈസ് മൈ ഫ്രണ്ട്. അങ്ങനെയെങ്കിൽ അവൾ എൻ്റെ സുഹൃത്താണെന്ന് എങ്ങനെ പറയാം? യെസ്, ഷീ ഈസ് മൈ ഫ്രണ്ട്. അവൾ എന്നുള്ളതിന് ഷീ യൂസ് ചെയ്യാം. ബാക്കിയൊക്കെ എന്താണ്? സെയിം ആണ്. അവൻ എൻ്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ അവൾ എൻ്റെ സുഹൃത്താണ്. ഷീ ഈസ് മൈ ഫ്രണ്ട്. ഹി എന്നുള്ളതും ഷീ എന്നുള്ളതും യൂസ് ചെയ്യുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ അവൻ സ്കൂളിൽ പോവുകയാണ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ അവൾ സ്കൂളിൽ പോവുകയാണ്, അവൻ സ്കൂളിൽ പോവുകയാണ്, അവൾ സ്കൂളിൽ പോവുകയാണ് എങ്ങനെ എഴുതാമെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.